സോ ഗൈസ്, നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. ഇന്നത്തെ സെഷൻ നമ്മൾ നടത്തുന്നത് തന്നെ ക്രിസ്റ്റൽ എഡ്യു ഹബ് നെറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള 1 വീക്ക് ഫ്രീ ക്ലാസ്സസിന്റെ ഭാഗമായിട്ട് ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ലൈക്ക് കൊമേഴ്സസിന്റെ 3 ക്ലാസ്സുകൾ നടക്കുന്നു, അറബിയുടെ ക്ലാസ്, മലയാളം, ഹിസ്റ്ററി, ഇങ്ങനത്തെ സബ്ജക്റ്റുകളെല്ലാം നമ്മൾ ക്ലാസ്സുകളായിട്ട് നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സെഷനും നമ്മൾ നടത്തുന്നത്. And today's session will be discussing modern Indian history. In a particular topic, we'll be discussing the British apparatus of rule എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ആക്ച്വലി നമ്മൾ സാധാരണ രീതിയിൽ എപ്പോഴും പൊളിറ്റിക്കൽ ഹിസ്റ്ററി മാത്രം പഠിച്ച് അവസാനിപ്പിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി അറിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് തീമാറ്റിക് ഹിസ്റ്ററി പഠിക്കാനും പറ്റത്തില്ല. ദാറ്റ് ഇസ് അനദർ കേസ്. ഓക്കെ, സോ ഇൻ ദിസ് പെർട്ടിക്കുലർ വീഡിയോ വിൽ ബി ഹാവിംഗ് എ ഡിസ്കഷൻ ഓൺ ദ ബ്രിട്ടീഷ് അപ്പാരറ്റസ് ഓഫ് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വളരെ ബ്രീഫായിട്ട് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് തരാം. ആ പിക്ചറിന്റെ അടിസ്ഥാനത്തിൽ വിൽ ബി ഡിസ്കസിങ് വാട്ട് ഓൾ തിങ്സ് വേർ ദർ അപ്പാരറ്റസ്. അപ്പാരറ്റസ് when I say, we are meaning like we'll be discussing the most important structure of the British administration, otherwise the equipments, the tools, the methodology they adopted, such kind of things ആണ് ബ്രിട്ടീഷ് apparatus of rule എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ബ്രിട്ടീഷുകാർ 1600 മുതൽക്ക് തന്നെ അവരുടെ ഒരു കമ്പനി ഫോം ചെയ്യുന്നുണ്ട്. 1757 അവർ ബാറ്റിൽ ഓഫ് പ്ലാസിയിലൂടെ അവരുടെ കോൺക്വസ്റ്റ് പോളിസി ആരംഭിച്ചു 1857 വരെ. സോ ദ ഫസ്റ്റ് 100 years ഓഫ് ദ ബ്രിട്ടീഷ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ദാറ്റ് വാസ് പ്യൂർലി അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. And after this 1857, we have this British Crown is going to interact or intervene in the process, and British Crown and administration ആണ് till 1947. So we have two set of administrations or two set of British era in India. One from 1757 till 1857 as the period of East India Company's administration or company rule. And from 1858 onwards till 1947, we have this British Crown administration. Just to understand that one. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക്കിലോട്ട് നമുക്ക് കടക്കാം. വിൽ ബി ഡിസ്കസിങ് വാട്ട് ഓൾ തിങ്സ് വേർ ആസ് ദിസ് ബ്രിട്ടീഷ് അപ്പാരറ്റസ് ഓഫ് റൂൾ. സോ ബ്രിട്ടീഷ് അപ്പാരറ്റസ് ഓഫ് റൂൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് എന്താണ്? ബ്രിട്ടീഷുകാര് ഇവിടെ വന്നപ്പോ ദേ ആർ ഹാവിങ് എ ന്യൂ ലാൻഡ് ഹിയർ ബേസിക്കലി, റൈറ്റ്? സോ ആദ്യം ഇവിടുത്തെ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ സിസ്റ്റവും പ്രൊസീജിയറും പ്രോസസ്സും ലാംഗ്വേജും റിലീജിയനും കസ്റ്റംസും എല്ലാം ഇവർ പഠിച്ച് മനസ്സിലാക്കി. എന്നിട്ട് അവരൊരു 1757 പ്ലാസി യുദ്ധത്തോടു കൂടെ ദേ ആർ ഗോയിങ് ടു ആക്ച്വലി റൂൾ ഹിയർ, ദേ ആർ ഗോയിങ് ടു ആക്ച്വലി സ്റ്റാർട്ട് ദെയർ റൂൾ ഹിയർ. അവരവരുടെ ഭരണം ആരംഭിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ആരംഭിക്കുമ്പോൾ ജസ്റ്റ് തിങ്ക്, അങ്ങനെ ആരംഭിക്കുമ്പോൾ പുതിയ ലാൻഡ്, ഡൈവേഴ്സിഫൈഡ് ലാൻഡ്, മെനി റിലീജിയൻസ്, മെനി ലാംഗ്വേജസ്, മെനി ഷുഡ് ബി സംതിങ് വെരി കോൺക്രീറ്റ്, സ്ട്രോങ് ആയിട്ടുള്ള ചിലത് എന്തെങ്കിലും വേണം. അങ്ങനെയാണ് ബ്രിട്ടീഷ് അപ്പാരറ്റസ് ഓഫ് റൂൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യ കാലഘട്ടത്തിൽ അവരെടുത്തിരുന്ന പ്രധാനപ്പെട്ട ചില പില്ലാർസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹോപ്പ് ദ ഇൻട്രൊഡക്ഷൻ ഈസ് ക്ലിയർ. ആഫ്റ്റർ ദിസ് ഇൻട്രൊഡക്ഷൻ വിൽ ബി ജമ്പിങ് ടു അവർ PPT ബേസ്ഡ് ടീച്ചിങ്. സോ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് കമന്റ് ആയിട്ടൊന്ന് അറിയിക്കുക. I'm waiting for your response. Based on that response, we'll be having this interaction. So we discussed how this British political expansion as well as why this British apparatus of rule എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അത് എന്തൊക്കെയായിരുന്നു എങ്ങനെയൊക്കെയായിരുന്നു ഉള്ളത് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്താൽ മതി. ഇങ്ങനെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ദിസ് പ്രോസസ് ആൻഡ് ദിസ് സബ്ജക്ട് ഈസ് ദാറ്റ് മച്ച് ഇൻട്രസ്റ്റിംഗ് ദാൻ എനി അതർ സബ്ജക്ട്. കാരണം ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് കഥകൾ, ചില വ്യക്തികൾ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സബ്ജക്ട് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിനൊരു ടേസ്റ്റോട് കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. സോ ത്രൂ PPT ലേണിംഗ് നമ്മൾ കുറച്ച് കോണ്ടന്റ് ഡിസ്കസ് ചെയ്യും, ആസ് വെൽ ആസ് ഹൗ ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി പോസിബിളി ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരാം എന്നുള്ളതും ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് ചില സെഷൻസ് എത്തുന്ന സമയത്ത് പറഞ്ഞുതരും. ജസ്റ്റ് സ്റ്റഡി അക്കോർഡിംഗ്ലി, ജസ്റ്റ് സ്റ്റഡി ഇൻ ദ ക്ലാസ് റൂം ഇറ്റ്സെൽഫ്. ഓൾവേസ് ഐ സജസ്റ്റ് നിങ്ങൾ പോയിട്ട് ഇനി ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ള അപ്രോച്ച് അല്ല. ജസ്റ്റ് നോ ദ പ്രോസസ്, ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ കോണ്ടന്റ് ആൻഡ് ജസ്റ്റ് പ്രാക്ടിക്കലി അപ്ലൈ ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ക്യാൻ ബി ആസ്ക്ഡ് ഫ്രം ദിസ് റീജിയൻ, which all type of questions can be asked. അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളതാണ്. സോ ലെറ്റ് മീ ഷെയർ ദ സ്ക്രീൻ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ടെൽ മീ വെദർ ദാറ്റ് ഈസ് വിസിബിൾ ടു യു ഓർ നോട്ട്. കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഒന്ന് ചാറ്റ് ആയിട്ട് പറയും. യെസ്, താങ്ക് യു, ഫൈൻ, ഓക്കെ. സോ നൗ ലെറ്റ് മീ ഡിസ്കസ് ദ ബ്രിട്ടീഷ് അപ്പാരറ്റസ് ഓഫ് റൂൾ. ഞാൻ ഒന്നുകൂടെ ബ്രീഫായിട്ട് പറയാം. നമ്മൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് വൈ ദിസ് ബ്രിട്ടീഷ് അപ്പാരറ്റസ് ഓഫ് റൂൾ, പുതിയ ലാൻഡ്, ഇങ്ങനത്തെ കുറെ സംവിധാനങ്ങൾ ആയതുകൊണ്ട് തന്നെ there should be some concrete
പില്ലാർസ് ഫോർ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വേണം? ചില പില്ലാർസ് വേണം ഫോർ എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ അല്ലാതെ ബ്രിട്ടീഷുകാരോട് എടുക്കടോ ടാക്സ്, ഭരിക്കടോ നാട് എന്ന് പറയാൻ പറ്റും? ഇല്ല. അദ്ദേഹം പറയാം. ഫോർ എക്സാമ്പിൾ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടല്ലേ നമുക്ക് എന്ത് വേണം? ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുന്ന് ടാക്സസ് എവിടുന്ന് ഏറ്റവും കൂടുതൽ കിട്ടിയിരുന്നത്? ലാൻഡിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ലാൻഡ് റവന്യൂ മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിക്കും? പെർമനന്റ് സെറ്റിൽമെന്റ്, റൈറ്റ് വാരി സെറ്റിൽമെന്റ്, ദെൻ മഹൽവാരി സെറ്റിൽമെന്റ്. ദീസ് 3 യൂണിറ്റുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കിക്കും നിങ്ങൾ. സോ ഒന്ന് ടാക്സിന്റെ കളക്ഷൻ ആണ്. രണ്ടാമത്തത് ഇവിടുത്തെ ആൾക്കാരുടെ കയ്യിൽ നിന്നും നമ്മൾ എന്താണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ? ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ദർ ഷുഡ് ബി എ ടോപ്പ് ലെവൽ അഡ്മിനിസ്ട്രേറ്റർ. ടോപ്പ് ലെവൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന രൂപത്തിലോട്ട് നമുക്ക് ഓഫീസേഴ്സ് വേണം. സോ നമുക്ക് ടോപ്പ് ലെവൽ ഗവർണൻസ് എന്ന് പറയുമ്പോൾ എന്ത് വേണം? ദർ ഈസ് സംതിങ് കോൾഡ് ആസ് ബ്യൂറോക്രസി ഓർ സംതിങ് കോൾഡ് ആസ് ദ സിവിൽ സർവൻസ്. ഐ ജസ്റ്റ് റൈറ്റ് CS, സിവിൽ സർവീസ് വേണം എന്നുള്ളതാണ്. മറ്റൊരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് സിവിൽ സർവീസുകാരുണ്ട്. അവർ ടാക്സ് കളക്ഷനും അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങളും നോക്കും. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എന്താണ്, ബ്രിട്ടീഷുകാർക്ക് ഇനി ഫർദർ യുദ്ധം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി സംതിങ് കോൾഡ് ആസ് ആർമി പ്ലസ് പോലീസ് സംവിധാനം. ആർമിയും പോലീസും വേണം. ഇനി ഇത് മാത്രമല്ല, ഈ ആർമിയും പോലീസൊക്കെ പിടിച്ചു വെക്കുന്ന ആൾക്കാരെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ശരിയാണോ? ദർ വിൽ ബി സം കൈൻഡ് ഓഫ് ക്രിമിനൽ ഓർ ക്രൈംസ്, അല്ലെങ്കിൽ ചില കേസുകൾ ഉണ്ടാകും. ദർ ഷുഡ് ബി സ്റ്റഡീഡ് ആൻഡ് ഇന്റർപ്രറ്റഡ് അല്ലെ? സോ അതിനു വേണ്ടി എന്താണ്, ദർ ഷുഡ് ബി വൺ തിങ് കോൾഡ് ആസ് ജുഡീഷ്യറി. സോ സിവിൽ സർവീസ്, ആർമി, ജുഡീഷ്യറി, ടാക്സ് അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ് ദ ബ്രിട്ടീഷ് അപ്പാരറ്റസ് ഓഫ് റൂൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. Hope the introduction and what all things actually we are going to discuss എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. And we have one particular source. സാധാരണ നെറ്റ് എക്സാമിനേഷനും മറ്റൊക്കെ പഠിക്കുന്ന പിള്ളേര് അറിഞ്ഞിരുന്നാൽ ഏറ്റവും നല്ലതെന്ന് പറയുന്ന ഒരു ബുക്കാണ് ശേഖർ ബന്ദോപാധ്യായയുടെ പ്ലാസി ടു പാർട്ടീഷൻ എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചില ലെക്ചേഴ്സും ചില പ്രധാനപ്പെട്ട പോയിന്റ്സും ആണ് ഇപ്പൊ നമ്മൾ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് ഈസ് നോട്ട് 100% കോംപ്രഹെൻസീവ്. ഞാൻ ഇതിന്റെ ഒരു സെറ്റ് മാത്രം, ഒരു പാർട്ട് മാത്രമാണ് ഇപ്പൊ നിലവിൽ നമ്മുടെ ഡിസ്കഷന്റെ ഭാഗമായിട്ട് എടുക്കുന്നുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദിസ് ലെക്ചർ. ഇതിലുള്ള കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മുടെ ക്ലാസ്സസ് വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ദിസ് ക്ലാസ് ഇറ്റ് സെൽഫ്. നമ്മുടെ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. മോഡേൺ ഇന്ത്യയുടെ ഒരു ക്ലാസ് ആയിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. ബിക്കോസ് യു നോ ബ്രിട്ടീഷേഴ്സ് ആർ ഗോയിങ് ടു റൂൾ ഇൻ ദിസ് ലാൻഡ് ഫോർ 200 years എന്നുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന്റെ ഒരു ഫ്രീ സെഷൻ ആയിട്ട് കണ്ടാൽ മതി ഇന്നത്തെ ഒരു സെഷൻ കേട്ടോ. സോ നമ്മള് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് അവർ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഞാൻ പറഞ്ഞു, ദിസ് അപ്പാരറ്റസ് ഓഫ് റൂൾ എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് അവർ രാജ്യത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രൊവിൻസുകളായിട്ടും ജില്ലകളായിട്ടും താലൂക്കുകളായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആദ്യമായിട്ട് ഇവർ കൊണ്ടുവരുന്നത് 1772 എന്ന രീതിയിലല്ല, മറിച്ച് എന്താണ്, ടാക്സ് കളക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലാണ്. അതായത് ദ ഫസ്റ്റ് ലെവൽ formation of district collector. Rest of the time I'll try to ask certain questions like ഈ സമയത്ത് ബ്രിട്ടീഷുകാരുടെ ഹെഡ് ആരാ? I can say like governor or governor general. Governor ആരായിരുന്നു? Any idea? Just guess ചെയ്യേ. Okay, very good. It's Warren Hastings. Okay, ആർക്കെങ്കിലും വോയിസ് ഇഷ്യൂ ഉണ്ടെന്ന് പറയണം കേട്ടോ. Warren Hastings ആയിരുന്നു അല്ലേ? He was governor. That's why I used the word governor. But at the same time, we can see this governor post is going to change into Governor General of Bengal by 1773 Regulating Act. ആ രീതിയിലും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ബേസിക്കലി കുറച്ച് പോയിന്റ്സ് ഒന്ന് കണക്ട് ചെയ്തെന്ന് മാത്രം. വോയിസ് ഇഷ്യൂ ഉണ്ടോ? Still you are facing that issue? Maybe network issue. Now tell me what's the situation right now? ഇപ്പൊ അവസ്ഥ എന്താണെന്ന് പറയട്ടോ, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യോ. Maybe network fluctuations. Okay, fine. So for a brief time I won't be turning my video on. ഇനി
നമ്മൾ പറഞ്ഞതുപോലെ we are going to discuss the 3 pillars of administration. We have the civil service, military plus police system, and finally judiciary. ഈ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്: സിവിൽ സർവീസ്, മിലിറ്ററി, ജുഡീഷ്യറി. ആൻഡ് ടുഡേസ് സെഷൻ വിൽ ബി ഗിവിംഗ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് ടു സിവിൽ സർവീസ് ആസ് വെൽ ആസ് ജുഡീഷ്യറി. ഈ 2 ടോപ്പിക് ആയിരിക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ വോയിസ് എന്താണ് അവസ്ഥ എന്ന് പറയോ? സ്റ്റിൽ ബ്രേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ there should be something, but I should do something. ഞാൻ ചില കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, so we'll be discussing civil service as well as judiciary. Civil service എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. nowadays we have the IS officers, right? നമുക്ക് IS ഓഫീസേഴ്സ് ആയിട്ട് നല്ല ഒരു സെറ്റ് ഓഫ് ബ്യൂറോക്രസി ഉണ്ട്. ആക്ച്വലി ഇന്ത്യയുടെ ഭരണത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ആൾക്കാർ അവരാണ്. വിൽ യൂസ് വൺ ടെക്നിക്കൽ ടേം, സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സ്റ്റീൽ ഫ്രെയിം ആണെന്നുള്ളത്. കാരണം സ്റ്റീല് വളഞ്ഞാൽ ഇന്ത്യ വളയും. ദാറ്റ്സ് എ പോളിസി. സോ വൈ ദി സിവിൽ സർവീസ്, ഹൗ വാസ് ദി സിവിൽ സർവീസ് ബിഫോർ ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ് നമ്മുടെ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ടി പോകുന്നത്. ഐ ഹാവ് വൺ ബ്യൂട്ടിഫുൾ ടൈം ലൈൻ ഓഫ് ബ്രിട്ടീഷ് സിവിൽ സർവീസ്. ബ്രിട്ടീഷ് സിവിൽ സർവീസിന്റെ ഒരു ബ്യൂട്ടിഫുൾ ടൈം ലൈൻ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ട്രൈ ടു എക്സ്പ്ലോർ ഓൾ ദീസ് പോയിന്റ്സ്. ഞാൻ നിങ്ങൾക്ക് PPT ഷെയർ ചെയ്ത് തരും. സോ ഡോണ്ട് വറി അബൌട്ട് റൈറ്റിംഗ് ഓൾ ദ പോയിന്റ്സ് ഡൗൺ. നിങ്ങൾ അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, ബട്ട് ജസ്റ്റ് ട്രൈ ടു ഗ്രാസ്പ് ദ തിങ്സ്. ഞാൻ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ മതി. അപ്പൊ നമുക്ക് സിവിൽ സർവീസ് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, വി ഹാവ് 3 പ്രസിഡൻസീസ്. 3 പ്രസിഡൻസീസ് ഉണ്ടായിരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. വി ഹാവ് വൺ അറ്റ് this Madras region, another one is Bombay, another one is Calcutta. And Madras ഉണ്ടായിരുന്നത് സെന്റ് ജോർജ് ഫോർട്ട് കേന്ദ്രീകരിച്ച് ആയതുകൊണ്ട് തന്നെ it is called Fort St. George എന്ന് വിളിക്കും. then കൽക്കട്ട ഉണ്ടായിരുന്നത് we have Fort William ആണ് കേട്ടോ. എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ജസ്റ്റ് an introduction മാത്രം. അവിടെ ഗവർണർമാരുണ്ടായിരുന്നു. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് ഉണ്ടായിരുന്നത്? ബംഗാൾ കേന്ദ്രീകരിച്ചാണ് ഉണ്ടായിരുന്നത്. അവിടെ ആരുണ്ടായിരുന്നു? ഗവർണർ ജനറൽ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ സിവിൽ സർവീസ് ആണ് പറയുന്നത്. സിവിൽ സർവീസ് പറയുമ്പോൾ നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റി പറയുമ്പോൾ, ഒന്ന് വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു 1778 സമയത്ത് ദ പോസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ വാസ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ നമ്മൾ ഫാദർ ഓഫ് സിവിൽ സർവീസ് എന്ന് പറയുന്നത് ആരെ കുറിച്ച്? അതാണ് സെക്കൻഡ് പേഴ്സൺ. ദ ഫൗണ്ടേഷൻ വാസ് ലേഡ് ബൈ വാറൻ ഹേസ്റ്റിങ്സ്. At the same time, a clear-cut idea regarding how should be the civil service എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഡിമാർക്കേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് ആരാണ്? And who is known as the father of civil service എന്നുള്ളതാണ്. If anybody does know, please chat me. Yeah, very good, very good. Fine. It is Charles Cornwallis. Charles Cornwallis ആണ് കേട്ടോ. ഓക്കെ, ഞാൻ മൈക്ക് ഓൺ ആക്കാത്തത് ക്ലാസ്സിൽ ഇടയ്ക്ക് ആൾക്കാർ ജോയിൻ ചെയ്തിട്ട് അവര് തന്നെ ചിലപ്പോൾ അറിയുന്നില്ലാത്തത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആകുന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ചാറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ബാക്കി ക്ലാസ് റൂം നിങ്ങൾക്ക് അറിയാം, മാക്സിമം സ്റ്റുഡൻസ് ലൈവായിട്ട് തന്നെ വീഡിയോ ഓൺ ആക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. ജസ്റ്റ് അഡ്ജസ്റ്റ് ഫോർ ദി സേക്ക് ഓഫ് ദിസ് പ്രോഗ്രാം. ഓക്കെ, സോ സിവിൽ സർവീസിൽ നമ്മൾ വാറൻ ഹേസ്റ്റിങ്സും കോൺവാലിസും പറയാറുണ്ട്. ഈ ഗവർണർ ജനറൽമാരാണ് യഥാർത്ഥത്തിൽ സിവിൽ സർവീസിന് നല്ലൊരു ഫോർമേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 ടെർമിനോളജിയാണ് കോവനന്റഡ് ആസ് വെൽ ആസ് അൺകോവനന്റഡ് അല്ലെങ്കിൽ നോൺ കോവനന്റഡ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി. കോവനന്റഡ് എന്ന് പറയുന്നത് ഇവര് ബ്രിട്ടീഷുകാരിൽ തന്നെ യൂറോപ്യൻസിന്റെ ഒരു ഹയർ പൊസിഷൻ. ഇത് മോസ്റ്റ് ഓഫ് ദി ടൈം നോമിനേറ്റഡ് ആയിരിക്കും. സോ നോമിനേഷന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഉയർന്ന ഫാമിലിയിൽ നിന്നുള്ള എലൈറ്റ് പീപ്പിളിനെ സിവിൽ സർവീസിന്റെ ഫെസിലിറ്റി കൊടുത്തിരുന്നു. They are called as covenanted civil service. At the same time, there were local civil service പോസ്റ്റുകൾ അത് ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. സോ 2 ടെർമിനോളജീസ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. കോവനന്റഡ് മീനിങ് സം കൈൻഡ് ഓഫ് ബോണ്ടേജ് വാസ് ദർ. അത് കുറച്ച് എസ്റ്റീംഡ് ആയിട്ടുള്ള എലൈറ്റ് സംവിധാനമാണ് എന്ന രീതിയിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. Now we are going to discuss in detail the history of civil service during the British era. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ സിവിൽ സർവീസ് എങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ശ്രദ്ധിച്ചു കേൾക്കുക. ഐ വിൽ ബി ഹാവിങ് എ ബ്യൂട്ടിഫുൾ എക്സ്പ്ലനേഷൻ. ഫസ്റ്റ് വൺ റിഗാർഡിംഗ് ദ പോസ്റ്റ് 1757. വെൻ വി സേ പോസ്റ്റ് 1757, വാട്ട് ഇസ് ദാറ്റ് വൺ? ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഞാൻ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാർ ഇവിടെ എന്ത് ചെയ്യാണ്? പിടിച്ചെടുക്കാൻ വേണ്ടി, ഭരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ആസ് പാർട്ട് ഓഫ് ദാറ്റ് ദേ ആർ നോട്ട് ഗോയിങ് ടു ട്രസ്റ്റ് എനി ഇന്ത്യൻ. ഇന്ത്യക്കാരും ട്രസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സോ ദേ ആർ ഗോയിങ് ടു ക്രിയേറ്റ് കോവനന്റഡ് സിവിൽ സർവീസ്, മീനിങ് the British high class officials asked for this one.
സോ ബ്രിട്ടീഷുകാരായിട്ടുള്ള ഹൈ ക്ലാസ് ഒഫീഷ്യൽസിന് ഇത് കൊണ്ടുവരുന്ന അവരെന്ത് ചെയ്യും, ഒരു കമ്പനിയുടെ ബോർഡുമായിട്ട് ഒരു ബോണ്ട് സൈൻ ചെയ്യും. അതാണ് കവനന്റഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നിട്ട് അവർ കമ്പനിക്ക് വേണ്ടി ഭരിക്കുന്നുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു 1757 മുതൽക്ക് ആരംഭിക്കുന്നത്. സോ അത് ബ്രിട്ടീഷുകാരുടെ ആ ഒരു തുടക്കം മുതൽക്ക് തന്നെ കവനന്റഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടെന്നും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നീട് 1772 സമയത്ത് ഞാൻ പറഞ്ഞു സിവിൽ സർവീസിന്റെ ഫൗണ്ടേഷൻ ആരംഭിക്കുന്നുണ്ട് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് വാറൻ ഹേസ്റ്റിംഗ്സ് ആൻഡ് ത്രൂ ഹിസ് ജുഡീഷ്യൽ പ്ലാൻ. ആദ്യം ഒരു ജുഡീഷ്യൽ പ്ലാൻ കൊണ്ടുവന്ന സമയത്ത് there should be some kind of district collectors for tax collection എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ, 1772 ആകുമ്പോഴേക്കും വാട്ട് ഓൾ തിങ്സ് ഹാപ്പൻഡ്. പ്ലാസി കഴിഞ്ഞു, ബക്സാർ കഴിഞ്ഞു, ബംഗാൾ പരിപൂർണമായിട്ട് അവരുടെ കയ്യിൽ വന്നു. ബംഗാൾ വൺ ഓഫ് ദി റിച്ചസ്റ്റ് ലാൻഡ് ഇൻ ദ കൺട്രി, നോട്ട് ഇൻ ദ കൺട്രി, ഇൻ ദ വേൾഡ് ഇറ്റ് സെൽഫ്. അപ്പൊ അവിടെ ടാക്സ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് വന്നു. സോ ജുഡീഷ്യൽ പ്ലാൻ ഓഫ് വാറൻ ഹേസ്റ്റിംഗ്സ് ആക്ച്വലി ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദ സിവിൽ സർവീസ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നീട് ലോർഡ് കോൺവാലിസിന്റെ സമയത്താണ് സിവിൽ സർവീസിന് കുറച്ച് പ്രത്യേകതകൾ വരുന്നത്. ദസ് ഹി ഈസ് നോൺ ആസ് ഫാദർ ഓഫ് സിവിൽ സർവീസ് എന്നുള്ളത്. എന്താണ് പ്രത്യേകത? ടാക്സ് കളക്ഷനും ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അത് രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഹി സെപ്പറേറ്റഡ് ദ എക്സിക്യൂട്ടീവ് ഫ്രം ദ ജുഡീഷ്യറി എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ദ റിഫോംസ് ഓഫ് കോൺവാലിസ് വെൻ വി ഡിസ്കസ് അബൌട്ട് ദ ജുഡീഷ്യറി. ജുഡീഷ്യറി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാനിത് ഡിസ്കസ് ചെയ്യുന്ന കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ ലോർഡ് കോൺവാലിസ് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് സിവിൽ സർവീസ് എന്നുള്ള രീതിയിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നീട് സിവിൽ സർവീസിന്റെ ഫർദർ സ്റ്റെപ്പ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ബൈ 1800 ആണ്. 1800 ഫോർട്ട് വില്യം കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഫോർട്ട് വില്യം കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ലോർഡ് വെല്ലസ്ലിയാ. ഏത് വെല്ലസ്ലി? ദാറ്റ് ഈസ് റിച്ചാർഡ് വെല്ലസ്ലി എന്ന് പറയുന്ന അന്നത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആണ്. അദ്ദേഹം കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട പോളിസിയാണ് സബ്സിഡറി അലയൻസ് സിസ്റ്റം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കൽക്കത്ത കേന്ദ്രീകരിച്ചുകൊണ്ട് ഫോർട്ട് വില്യം കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയായിരുന്നു? ടു ട്രെയിൻ ദി സിവിൽ സർവീസ്. പക്ഷേ അവിടെ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അദ്ദേഹം ഈ കോളേജ് ഉണ്ടാക്കുന്നതിൽ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ആഫ്റ്റർ ഡിഫീറ്റിംഗ് വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റി ഓഫ് ദ കൺട്രി, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്ക് ചലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ പരാജയപ്പെടുത്തിയതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ഇങ്ങനെ എസ്റ്റാബ്ലിഷ്മെന്റ് നടത്തുന്നത് മനസ്സിലാക്കി വെക്കുക. നൗ ജസ്റ്റ് കമന്റ് മീ ഹു വാസ് ദാറ്റ് പേഴ്സണാലിറ്റി. പീരിയോഡിക്കലി നിങ്ങൾക്ക് ഒരു ലോജിക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ വേണ്ടി പറ്റും. ഐ വിൽ ബി ഓൾവേസ് ഹാവിംഗ് സം കൈൻഡ് ഓഫ് ക്വിസ് കോമ്പറ്റീഷൻ ഇൻ മൈ ക്ലാസ് റൂം. സോ ദാറ്റ്സ് വൈ ഐ എം സേയിങ് 1800 ഫോർട്ട് വില്യം കോളേജ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു സിവിൽ സർവീസുകാരെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അത് ഉണ്ടാക്കുന്നതിൽ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മുടെ റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടത്തില് he defeated or his brother defeated one of the most important personality of that period. Challenge of the British. Yeah, very good. I know. You guys definitely know the answer. This is Tipu Sultan. Okay, ടിപ്പുവിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റോളുകൾ ഇങ്ങനെ കൂടി വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇനി ഒരു ചർച്ച, ഈ ലോർഡ് കോൺവാലിസിന്റെ പ്രത്യേകത, പുള്ളിക്കാരനെ ഇന്ത്യക്കാരെ സിവിൽ സർവീസിൽ വേണ്ടായിരുന്നു, ഇന്ത്യക്കാരൊന്നും ഭരിക്കേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, നൗ വാട്ട് വി ക്യാൻ സീ, ഇന്ത്യക്കാർക്ക് സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതണം എന്നുള്ള ചർച്ച നടക്കുന്നുണ്ട്. കാരണം ബ്രിട്ടീഷുകാരുടെ ഒഫീഷ്യൽസിന്റെ എണ്ണം ഇന്ത്യ ഭരിക്കാൻ പോരാ ആക്ച്വലി, ഇന്ത്യ ആയിരുന്നു കമ്പയർഡ് ടു ദ ബ്രിട്ടീഷ് പോപ്പുലേഷൻ ഓഫ് ദാറ്റ് ഡേയ്സ്. സോ വാട്ട് വി ക്യാൻ സീ, ദ ബ്രിട്ടീഷ് ലെജിസ്ലേഷൻസ് നമ്മൾ 1773 മുതൽക്ക് റെഗുലേറ്റിംഗ് ആക്ട് പറയും, പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 പറയും, ചാർട്ടർ ആക്ട് സിൻസ് 1793 ഓൺവേർഡ്സ് പറയാറുണ്ട്, 1813 ഉണ്ട്, ആൻഡ് 1833 ആൻഡ് 53. ഈ രണ്ട് ചാർട്ടർ ആക്ടുകൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സാക്കുന്ന നിയമസംഹിതകളെയാണ് നമ്മൾ ഇവിടെ ചാർട്ടർ ആക്ട് പറയുന്നത് ഫോർ ദിസ് കമ്പനി. ഓക്കെ, അങ്ങനെ 1833 ചാർട്ടർ ആക്ട് സിവിൽ സർവീസ് ഇന്ത്യക്കാർക്ക് തുറന്നു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ആ ഡിമാൻഡ് ആദ്യമായിട്ട് കേൾക്കുന്നത് 1833ലാണ്. 1853യുടെ സമയത്ത് വാട്ട് വി ക്യാൻ സീ, അത് അംഗീകരിച്ചു, എന്നിട്ട് ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ സമ്മതിച്ചു എന്നുള്ളതാണ്. ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സമയത്ത് നൗ ദർ വിൽ ബി മെറിറ്റ് ബേസ്ഡ് കോമ്പറ്റീഷൻ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് കോവനന്റഡ്. കോവനന്റഡ് എന്ന് പറയുമ്പോൾ എലൈറ്റ് ഫാമിലിയിൽ നിന്നും റിച്ച് ഫാമിലിയിൽ നിന്നും ഇത് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്താണ് ഒരു നോമിനേഷൻ അടിസ്ഥാനത്തിൽ ചെയ്തു കൊടുത്തിരുന്ന സംവിധാനം.
എന്നാൽ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു പരീക്ഷ ഇന്ത്യക്കാർക്ക് തുറന്നു കൊടുക്കുന്നത് 1833-ലും അത് ഓപ്പൺ കോമ്പറ്റീഷൻ ആയിട്ട് തന്നെ കിടക്കട്ടെ എന്ന് അംഗീകരിക്കുന്നത് 1853 മുതൽക്കാണെന്ന് മനസ്സിലാക്കി വെക്കുക. There were some kind of disappointment from the side of the company boards. ഓക്കെ, അതുകൊണ്ടാണ് അത് ഡിലേ ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1853-യുടെ ഓപ്പൺ കോമ്പറ്റീഷൻ അടിസ്ഥാനത്തിൽ 1854-ലെ ഒരു കമ്മീഷനെ തീരുമാനിച്ചു. ദാറ്റ് ഈസ് കോൾഡ് ആസ് സിവിൽ സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞു, നമ്മുടെ ക്ലാസ് റൂമിന്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഏറ്റവും വലിയ ഹെൽപ്പ് ഇതാണ്. വിൽ ബി ഹാവിംഗ് സം കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ ഡിസ്കഷൻ, ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി എക്സ്പെക്ടഡ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ യു വിൽ ബി ഹാവിംഗ് സം കൈൻഡ് ഓഫ് പവർഫുൾ നോളജ്. സോ വൺ ക്വസ്റ്റ്യൻ പോസിബിലിറ്റീസ് ലൈക്ക് you will be asked about certain particular commission. കമ്മീഷനെ കുറിച്ച് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദ്യം വരും എന്നുള്ളത് ഉറപ്പാണ്. സോ ദ ക്വസ്റ്റ്യൻ 1854-ലെ സിവിൽ സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് ആക്ച്വലി മെറിറ്റ് ബേസ്ഡ് സിവിൽ സർവീസ് മതി എന്ന് അംഗീകരിച്ചു റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള കമ്മീഷനാണ്. ഹു വാസ് ദി ഹെഡ് ഓഫ് ദിസ് കമ്മീഷൻ? കമന്റ്. നിങ്ങൾക്ക് അറിയുമോ എന്ന് നോക്കൂ, ഇല്ലെങ്കിൽ ഡോണ്ട് നോ എന്നുള്ളതും ഒരു ഉത്തരമാണ്. കാരണം ക്ലാസ് റൂമിൽ നമ്മൾ പഠിച്ചു പോവല്ലേ. അറിയില്ല എന്നുള്ളത് ഒരു ബ്യൂട്ടിഫുൾ ആൻസർ ആണ്. നൗ ഇറ്റ്സ് യുവർ ചാൻസ് എന്ത് പറയണം എന്നുള്ളത്. വെയിറ്റിംഗ് ഫോർ യുവർ റെസ്പോൺസ്. യു ക്യാൻ കമന്റ് ഇറ്റ്, മേക്ക് ഇറ്റ് ഫാസ്റ്റർ. നിങ്ങൾ അതിന് കൂടുതൽ ആലോചിച്ചിരിക്കുന്നു വേണ്ട. യാ, വെരി ഗുഡ്. വുഡ്സ് എന്ന് പറഞ്ഞു. ടിപ്പുവിനെ പറഞ്ഞവരുണ്ട്. ടിപ്പുവിന് എന്താ ഈ കമ്മീഷനുമായിട്ട് കാര്യം? ടിപ്പു മരിച്ചില്ലേ? അറിയില്ല. ദാറ്റ്സ് ഗ്രേറ്റ് ആൻസർ. ദ കമ്മീഷൻ ഈസ് നൺ അതർ ദാൻ ലോർഡ് മെക്കോളെ. നമ്മൾ മെക്കോളെ മിനിറ്റ് പഠിക്കുന്ന മെക്കോളെ അല്ലേ? ആ മെക്കോളെ തന്നെയാണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ മെക്കോളെ. ഓക്കെ, നൗ വി ഹാവ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858. ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്താ സംഭവിക്കുന്നത്? ബേസിക്കലി ഏറ്റവും പ്രധാനമായി കൊണ്ട് സംഭവിക്കുന്ന കാര്യം എന്താ? നൗ ഓൺവേർഡ്സ് വി ഹാവ് നോ കമ്പനി. ഇനി എന്തില്ല? നമുക്ക് കമ്പനി ഇല്ല. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്ന് പവർ എടുത്തു കളഞ്ഞു. എന്നിട്ട് ക്രൗണ്, ബ്രിട്ടീഷ് പാർലമെന്റ് നേരിട്ട് ഭരിക്കുകയാണ്. സോ ദേ ഡിസൈഡഡ്, അതിന്റെ അടിസ്ഥാനത്തിൽ നൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി കോൾഡ് ആസ് ഇംപീരിയൽ സിവിൽ സർവീസ്. ഇനി മുതൽ നമ്മൾ ഇതിനെ വിളിക്കാൻ വേണ്ടി പോകുന്ന പേര് ഇംപീരിയൽ സിവിൽ സർവീസ് എന്നുള്ളതാണ്. സോ 1858 വരേക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്താണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടിസ്ഥാനത്തിൽ അവര് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന സിവിൽ സർവീസിന്റെ ഏതാനും ചില റിഫോംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്നാൽ 1858 മുതൽക്ക് ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുത്ത മുതൽക്ക് വി ഹാവ് ദിസ് ഇംപീരിയൽ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആസ് പാർട്ട് ഓഫ് ദാറ്റ്, ഒഫീഷ്യലി ദർ പാസ്ഡ് ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് ഓഫ് 1861. ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് ഓഫ് 1861 എന്ന് പറയുന്ന ഒരു ആക്ട് പാസ്സാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ഓക്കെ, ഇന്ത്യക്കാർക്കും സിവിൽ സർവീസ് പരീക്ഷ എഴുതാം എന്ന് തീരുമാനിച്ചു. പക്ഷെ എവിടെ സെന്റർ അങ്ങ് ലണ്ടനിൽ മാത്രമേ ഉള്ളൂ, ഇന്ത്യയിലില്ല എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ലണ്ടനിൽ പോയി എഴുതുകാരാ? ഇവിടുത്തെ ഞാനും നിങ്ങളെ പോലെയുള്ള ഒരു ആവറേജ് കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള പൂർമാൻ എക്സാം എന്ന് ഇന്ന് വിളിക്കുന്ന സിവിൽ സർവീസ് എഴുതാൻ പറ്റുമോ? ഇല്ല. അന്ന് അത്യാവശ്യം ക്യാഷും കാര്യങ്ങളുള്ള ആൾക്കാർക്ക് മാത്രമേ ലണ്ടനിൽ പോയി എഴുതാൻ പറ്റുള്ളൂ. ആൻഡ് വി ഹാവ് ദസ് 1864-ൽ സത്യേന്ദ്രനാഥ് ടാഗോർ ഫാമിലി കൽക്കട്ടയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആൻഡ് ജാമീന്ദാരി ഫാമിലി പെട്ടുള്ള ആൾക്കാരാണ്. അവര് പോയി പുള്ളിക്കാരൻ എഴുതി, ഹി ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ സിവിൽ സർവന്റ്. ഫാക്ട് ആണ്, പഠിച്ചു വെച്ചോളൂ. 1864 വരെ സത്യേന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. പേഴ്സണാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അദ്ദേഹത്തിന് ശേഷം സിവിൽ സർവീസ് നേടുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് RC ദത്തും ബിഹാരി ലാൽ ഗുപ്ത എന്ന് പറയുന്ന വ്യക്തിത്വം. അപ്പോൾ അടുത്ത രണ്ടാൾക്കാരോട് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കോമൺലി ഒരു പക്ഷെ അറിയുന്നുണ്ടാകും, അല്ലെങ്കിൽ കിട്ടുന്നുണ്ടാകും. അവിടെ മാത്രം ലിമിറ്റ് ചെയ്യാതെ ഒരു സ്റ്റെപ്പ് കൂടെ അറ്റ്ലീസ്റ്റ് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അത്ര പോയാൽ മതി. നിങ്ങൾ അല്ലാതെ ഇതുവരെയുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പേരൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈവൻ അവർ ചോദിക്കുകയാണെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ലോജിക്കലി ചിന്തിച്ചാൽ മതി. അല്ലാതെ ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻ പേപ്പർ 2 വരുന്നുണ്ടോ, 100 ശരിയാക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. തിങ്ക് അബൌട്ട്, നിങ്ങൾ ഒരു 70 80 ശരിയാക്കി തന്നെ ഡെഫിനറ്റ്ലി യു ക്യാൻ ക്ലിയർ ദിസ് JRF along with പേപ്പർ 1. അപ്പൊ പേപ്പർ 1 കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ പഠിക്കാൻ പറ്റാവുന്ന ഇൻഫർമേഷൻസ് ആസ് സച്ച് മേക്ക് ഇറ്റ് ദാറ്റ് മച്ച് പവർഫുൾ എന്നുള്ളതാ. ഇത് നിങ്ങൾക്ക് ചോദിച്ചാൽ പറയാൻ പറ്റണം, അതിന് നിങ്ങൾക്ക് നോട്ട്സിന്റെ ആവശ്യമില്ല. ലോജിക്കലി നിങ്ങൾക്ക് ഇത് ചിന്തിച്ച് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടോ, യുവർ ലേണിംഗ് പ്രോസസ് ഈസ് ഗുഡ്. എല്ലാം നിങ്ങൾ ഇത് ഇപ്പോഴും ബൈഹാർട്ട് ചെയ്യുന്ന, അയ്യോ സാറെന്താ പറഞ്ഞിരുന്നത് 1800-ൽ എന്തുണ്ടാക്കിയെന്നാ പറഞ്ഞേ, ഫോർട്ട് വില്യം കോളേജ് അല്ലേ, അത് ഇതിനു വേണ്ടി, അങ്ങനെ ബൈഹാർട്ട് ചെയ്യല്ല വേണ്ടത്. ജസ്റ്റ് കണക്ട് ദീസ് തിങ്സ് ആർ ഹാപ്പനിങ്
ആസ് പാർട്ട് ഓഫ് ദിസ് എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് ദി സിവിൽ സർവീസ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. ഓക്കെ, ദസ് പേഴ്സണാലിറ്റി ആസ് വെൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സബ്ജക്ട് കോംപ്ലക്സ് ആയിട്ട് തോന്നും. സോ ഗിവ് ടൈം, ഹാവ് എ ബ്യൂട്ടിഫുൾ ലേണിംഗ് പ്രോസസ് നൗ ഇറ്റ് സെൽഫ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സുരേന്ദ്രനാഥ് ബാനർജി. സിവിൽ സർവീസ് ക്ലിയർ ചെയ്തു, പക്ഷെ കുറച്ച് ഏജ് ഇഷ്യൂസ് കൊണ്ടും അത് അദ്ദേഹത്തിന്റെ ഹൈറ്റിന്റെ ഇഷ്യൂസ് കൊണ്ടൊക്കെ ചില പ്രശ്നങ്ങളായതുകൊണ്ട് സുരേന്ദ്രനാഥ് ബാനർജിക്ക് പിന്നീട് നിന്നില്ല, സർവീസ് കിട്ടുന്നില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. സോ ദിസ് ഈസ് ആൻ ഇൻട്രോഡക്ടറി പോയിന്റ്സ് റിഗാർഡിംഗ് ദ ഹിസ്റ്ററി ഓഫ് സിവിൽ സർവീസ് ഫ്രം ദ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെന്റ് ഫ്രം ദ ടൈം ഓഫ് ബാറ്റിൽ ഓഫ് പ്ലാസി ടിൽ ദ ഇന്ത്യൻസ് പാർട്ടിസിപ്പേഷൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഐ എം ഗോയിങ് ടു നെക്സ്റ്റ് PPT, ദാറ്റ്സ് ഐ എം ആസ്കിങ്. ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ആസ്ക് മീ റൈറ്റ് നൗ ഓർ ജസ്റ്റ് റീഡ് ഇറ്റ് നൗ ഇറ്റ് സെൽഫ്. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കേ. ജസ്റ്റ് ട്രൈ ടു ലേൺ ഫ്രം നൗ ഇറ്റ് സെൽഫ്. Any doubt? ഒന്ന് കമന്റ് ചെയ്യൂ. സോ ബേസ്ഡ് ഓൺ ദാറ്റ് വി കൻ പ്രൊസീഡ് അവർ സെഷൻ. Waiting for your response so that we can proceed accordingly. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ പറയുന്ന ഡിസ്കഷനിൽ വി ഹാവ് സംതിങ് കോൾഡ് ആസ് വെരി ഇമ്പോർട്ടൻറ്റ് കമ്മീഷണൽ റിഫോംസ്. കുറച്ച് സിവിൽ സർവീസിലെ റിഫോംസ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ്സുകൾ ചിലത് ഞാൻ ഇലാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ട്രൈ ടു ലേൺ അറ്റ്ലീസ്റ്റ് ദീസ് പോയിന്റ്സ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മിനിമം പഠിച്ചിരിക്കണം. 1878 there formed one thing called as Statutory Civil Service Act. Statutory Civil Service Act എന്ന് പറയുന്ന ഒരു പുതിയ നിയമം സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് വന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യനാഥ് ടാഗോർ ഒക്കെ പരീക്ഷ എഴുതുന്ന സമയത്ത് മാക്സിമം ഏജ് എന്ന് പറയുന്നത് 21 ആയിരുന്നേ. അത് നൈസായിട്ട് 19 ആക്കി ചുരുക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഞാൻ എന്റെ 20ാമത്തെ വയസ്സിൽ നിൽക്കുക 1878. അടുത്തൊരു പ്രാവശ്യം കൂടി സിവിൽ സർവീസ് ചെയ്താൽ എങ്ങനെയും ക്ലിയർ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ പെട്ടെന്ന് ആ വർഷത്തിൽ എന്ത് ചെയ്തു, ഇനി മുതലുള്ള വയസ്സ് 19 ആണെന്ന് പറഞ്ഞാൽ എന്റെ അവസരങ്ങളും 20 പോയി, 21 പോയി, 20 പോയി, 19 വയസ്സ് എത്തിയ തികഞ്ഞിട്ടുള്ള ആൾക്കാരുടെ അവസരവും നഷ്ടപ്പെട്ടു എന്നുള്ള രൂപത്തിലോട്ട് മാറി. നൗഡേയ്സ് ദ ഏജ് ക്വാളിഫിക്കേഷൻ ഈസ് 21-32 ആണ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. പക്ഷെ അന്ന് ഇത്ര ചുരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സംതിങ് കോൺസ്പിറസി അല്ലെ, എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇന്ത്യക്കാരെ ബുദ്ധിമുട്ടിക്കുക, അതായത് ഇന്ത്യക്കാരുടെ എണ്ണം കുറക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് ഉണ്ടായിരുന്ന ആ വൈസ്രോയുടെ പേരെന്തുവാ? ഡെഫിനറ്റ്ലി യു നോ. എ വെരി ഗുഡ് ഫിൽസി. ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും അറിയാത്തത് കൊണ്ടാണോ, ഇനിയിപ്പോ ഫിൽസി പറഞ്ഞ് കിട്ടിയത് കൊണ്ടാണോ? യാ, വെരി ഗുഡ്. ഇറ്റ്സ് ലിട്ടൺ അല്ലെ. ലിട്ടൺ എന്ന് പറയുന്ന ആള് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ അൺപോപ്പുലർ വൈസ്രോയിൽ ഒരാളാണ്. കേഴ്സറിന് ശേഷം അൺപോപ്പുലർ വൈസ്രോയ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹമാണ്. ലിട്ടൺ വേഴ്സസ് റിപ്പൺ ആണ് നമ്മുടെ ടോപ്പിക്കിന്റെ ഒരു തീമാറ്റിക് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത്. അപ്പോ ഇങ്ങനെ ഏജിനെ വെട്ടിച്ചുരുക്കുന്നുണ്ട് മനസ്സിലാക്കി വെക്കുക. പ്ലസ് ഇദ്ദേഹം 1/6 ഓഫ് ദ പോസ്റ്റ്, ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്ന 6 പോസ്റ്റ് ആണെങ്കിൽ അതിൽ ഒരു പോസ്റ്റ് എന്ത് ചെയ്യും, ഒരു കവനന്റഡ് ഇന്ത്യൻ ഫാമിലിക്ക് കൊടുക്കും, അതായത് ഇന്ത്യൻ എലൈറ്റ് ഫാമിലിക്ക് കൊടുക്കും. അവർക്ക് റെക്കമെൻഡേഷൻ മതി. അങ്ങനെ ഇന്ത്യക്കാരിൽ നിന്ന് തന്നെ ബ്രിട്ടീഷുകാരുമായിട്ട് സഹകരിക്കുന്ന ഏറ്റവും എലൈറ്റ് ഫാമിലിപ്പെട്ട ആൾക്കാർക്ക് വരെ സിവിൽ സർവീസ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ത്രൂ ദിസ് സ്റ്റാറ്റ്യൂട്ടറി സിവിൽ സർവീസ് ആക്ട് എന്ന് പറയുന്നത്. അതിനെ പിടിച്ച് ഒഴിവാക്കുന്ന കമ്മീഷനാണ് 1886 പിന്നീട് വരുന്ന ഐറ്റിസൺ കമ്മീഷൻ എന്ന് പറയുന്നത്. ഐറ്റിസൺ കമ്മീഷൻ ചാൾസ് ഹപ്പ് ഹെസ്റ്റൺ
എച്ചിസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് വരുന്നത്. ഈ അബോളിഷ്ഡ് ദ സ്റ്റാറ്റ്യൂട്ടറി സിവിൽ സർവീസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് ലിട്ടൺസ് പീരിയഡ്. ഓക്കെ, അങ്ങനെയെങ്കിൽ 1886 വൈസ്രോയുടെ പേര് എന്ന് പറഞ്ഞേ. സിമ്പിൾ ആണ്, ഇത് തെറ്റിക്കരുത്, പെട്ടെന്ന് പറയണം. because we have some other logics to identify this question's answer. കമ്മീഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് മറക്കരുത്. അയ്യോ, റിപ്പൺ അല്ല കേട്ടോ, റിപ്പൺ പോയിട്ടുണ്ട്. ഇറ്റ്സ് ഡെഫ്രിൻ, റൈറ്റ്? ലോർഡ് ഡെഫ്രിൻ ആണ്. കാരണം 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തില്ലേ, അപ്പൊ 1856 ഡെഫ്രിൻ തന്നെയാണ്. സോ ആ സമയത്ത് ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന എച്ചിസൺ കമ്മീഷൻ ആക്ച്വലി ഈ സ്റ്റാറ്റ്യൂട്ടറി സിവിൽ സർവീസ് ആക്ടിനെ അബോളിഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, വയസ്സ് തികച്ചു മാറ്റിയിട്ട് 23 മാറ്റുന്നുണ്ട്. ഈ കോവനന്റഡ് എന്ന് പറയുന്ന ഒരു സർവീസിനെടുത്ത് ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ട് ഇനി മുതൽ നമ്മുടെ സിവിൽ സർവീസിൽ 3 ടയർ അഡ്മിനിസ്ട്രേഷൻ ആണ് വേണ്ടത്. എങ്ങനെയാ? ഒന്ന് ഇമ്പീരിയൽ സിവിൽ സർവീസ് എന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുണ്ടാകും, പ്രൊവിൻസുകൾ തലത്തിലുണ്ടാകും, അവരുടെ താഴെയായിട്ടും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുണ്ടാകും. അങ്ങനെ 3 സ്റ്റേജുകളാക്കിയിട്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇമ്പീരിയൽ സെൻട്രൽ ലെവലിലുള്ള ഉദ്യോഗസ്ഥർ, രണ്ടാമത് സ്റ്റേറ്റ് ലെവലിലുള്ള ഉദ്യോഗസ്ഥർ, മൂന്നാമത് അതിന് താഴെയുള്ള ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഉദ്യോഗസ്ഥർ എന്ന് നമുക്ക് ഇന്നത്തെ ഭാഷയിൽ പറയാൻ പറ്റുമെങ്കിൽ അന്ന് ഉപയോഗിച്ചിരുന്നത് ഇമ്പീരിയൽ എന്നും പ്രൊവിൻഷ്യൽ എന്നും സബോർഡിനേറ്റ് എന്നുള്ള യഥാക്രമത്തിലായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഐറ്റിസൺ കമ്മീഷൻ ഈസ് വൺ വെരി ഇമ്പോർട്ടന്റ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മീഷൻ. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് മാത്രമാണ് ഞാനൊരു ഡിസ്കഷന് വിധേയമാക്കിയിട്ടുള്ളത്. പരീക്ഷയ്ക്ക് കമ്മീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. And in 1912 there comes another reform, that is Islington Commission. Islington Commission recommended 25 seats in Indian civil service should be for Indians. ഇന്ത്യക്കാർക്ക് 100 സിവിൽ സർവീസുകാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 25 ഇന്ത്യക്കാർ തന്നെ ആയിരിക്കണം, ബാക്കി ബ്രിട്ടീഷുകാർക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പൊ ഇന്ത്യക്കാരുടെ സീറ്റിന്റെ എണ്ണം കൂട്ടി എന്നുള്ളതാണ് ഐലൻഡൻ കമ്മീഷന്റെ പ്രത്യേകത. പക്ഷെ അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന റിക്വസ്റ്റ് ആണെന്ത്, ഞങ്ങൾക്ക് എക്സാം ഇന്ത്യയിൽ നടത്താൻ അനുമതി തരണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ എക്സാം നടത്താൻ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അത് ഐലൻഡൻ കമ്മീഷനൊന്നും സ്വീകരിക്കുന്നില്ല. പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഇന്ത്യയിൽ എക്സാമിനേഷൻ നടത്താം എലോങ് വിത്ത് ലണ്ടൻ. അതാണ് ഓൾസോ ഒരു കാര്യം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിൽ എക്സാമിനേഷൻ നടത്താനുള്ള അനുമതി കൊടുക്കുന്നുണ്ട് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെയെങ്കിൽ ഇൻ വിച്ച് ഇയർ ദ ഫസ്റ്റ് സിവിൽ സർവീസ് എക്സാമിനേഷൻ ഇൻ ഇന്ത്യ വാസ് ഹെൽഡ്? ഇറ്റ്സ് ആൻ ഓപ്പൺ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഹിസ്റ്ററി ഓൾറെഡി പഠിച്ച് പരിചയമുള്ള ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് ക്വിസ് കോമ്പറ്റീഷൻ മോഡൽ ക്ലാസ് കൊണ്ടുപോകുന്നത്. ജസ്റ്റ് ട്രൈ ടു ആൻസർ, നോ വറീസ് ഇഫ് ഇറ്റ് ഈസ് റോങ്, നോ പ്രോപ്സ്, ബട്ട് ജസ്റ്റ് ട്രൈ ടു കണക്ട് വിത്ത് ദീസ് തിങ്സ്. രശ്മി 1921 പറഞ്ഞു, വെരി ഗുഡ്, ബട്ട് ദാറ്റ്സ് നോട്ട് ദ ആൻസർ. Yeah, Aishwarya, very good. Farhan 1920, that's not the answer. Answer is what Aishwarya told, that is 1922. 1922 മുതൽക്കാണ് കേട്ടോ സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യയിൽ നടത്തപ്പെടാൻ വേണ്ടി തുടങ്ങുന്നത് മനസ്സിലാക്കി വെക്കുക. പിന്നീട് 1923 ദർ അപ്പോയിന്റഡ് അനദർ പെർട്ടിക്കുലർ കമ്മീഷൻ കോൾഡ് ആസ് ലീ കമ്മീഷൻ. ലീ കമ്മീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ലീ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ എക്സാമിനേഷൻ നടത്തുകയാണല്ലോ. സോ ദർ ഷുഡ് ബി വൺ പെർട്ടിക്കുലർ ഏജൻസി, വൺ പെർട്ടിക്കുലർ ബോഡി ടു കൺട്രോൾ ദാറ്റ് എക്സാമിനേഷൻ. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് PSC വേണം എന്ന് പറയുന്നത്. PSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അത് ആക്ച്വലി നമ്മൾ കേരള PSC അല്ല, കേരള PSC എന്നതിനേക്കാൾ അപ്പുറത്തോട്ട് ഇന്നത്തെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടല്ലോ, UPSC. ആ UPSCക്ക് തുല്യമായിട്ടുള്ള ബോഡി എന്ന രീതിയിലാണ് അവർ ആദ്യമായിട്ട് PSC കൊണ്ടുവരുന്നത്. അത് 1923 ലീ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ നടത്തി ഒക്ടോബർ 1, 1926 നിലവിൽ വരികയും ചെയ്തു. സോ ദിസ് ഈസ് ദ എസ്റ്റാബ്ലിഷ്ഡ് ഇയർ കേട്ടോ, ആ രീതിയിൽ ഒന്ന് അറിഞ്ഞിരിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ 1926 കമ്മീഷൻ വന്നു. ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു ആര്? സർ റോസ് ബാർക്കർ എന്ന് പറയുന്ന വ്യക്തിത്വം. അപ്പൊ ഈ ഇൻഫർമേഷനും പഠിച്ചു വെച്ചോളൂ. സംടൈംസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇവിടുന്ന് വരാൻ സാധ്യതയുണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ കൃത്യമായിട്ട് ക്ലാസ്സുകൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ജസ്റ്റ് റീഡ് ദീസ് മച്ച് ഓഫ് പോയിന്റ്സ്. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മനസ്സിലാകാത്തതോ ക്ലാരിറ്റി ഇല്ലാത്തതോ ബ്രേക്ക് ആയതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ആസ്ക് മീ റൈറ്റ് നൗ. ജസ്റ്റ് ഹാവ് എ ഗുഡ് ലേണിംഗ് പ്രോസസ്. I just used different or multiple colors to identify each and every points. Just to connect with that one.
ഓക്കെ ആണോ അല്ലെ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യൂ സോ ദാറ്റ് വി കൻ പ്രൊസീഡ്. ഓക്കെ ഫൈൻ. ഡൗട്ടുകളൊന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആരൊന്നും പറഞ്ഞു കണ്ടില്ല. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ആക്ച്വലി ജുഡീഷ്യറി. ജുഡീഷ്യറിയെ കുറിച്ചാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ജുഡീഷ്യറിയും ഇതുപോലെ കോൺസെപ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ ടെർമിനോളജി പഠിക്കാനുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇതിൽ കൂടുതൽ ഡിസ്കഷന് പോകുന്നില്ല എങ്കിലും വളരെ ബ്രീഫ് ആയിട്ടുള്ള ചില ഐഡിയാസ് പറഞ്ഞുതരാം. ജുഡീഷ്യറി എന്ന് പറയുന്നതും നമ്മൾ പറഞ്ഞ പോലെ വാറൻ ഹേസ്റ്റിങ്സ്, അതുപോലെ ലോർഡ് ചാൾസ് കോൺവാലിസ്, ഇവരുടെ കാലഘട്ടത്തിലാണ് ജുഡീഷ്യറിയിൽ ഏറ്റവും പ്രധാന റിഫോംസ് നടക്കുന്നത്. കോൺവാലിസിന്റെ കോഡിന്റെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യറിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ആദ്യം ജുഡീഷ്യറി വേഴ്സസ് എക്സിക്യൂട്ടീവ് ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. അങ്ങനെ വളരെ കൃത്യമാക്കപ്പെട്ട രൂപത്തിലോട്ട് കൊണ്ടുവന്നു. ഓൾസോ വാട്ട് വി ക്യാൻ സീ, വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്തിലെല്ലാം എല്ലാത്തിലും ഇന്ത്യൻ റിലീജിയന്റെ ഒപ്പീനിയൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കോൺവാലിസിന്റെ കാലഘട്ടത്തിൽ എത്തുന്ന സമയത്ത് അതിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ട് എല്ലാത്തിലും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അവരിലൂടെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇറ്റ്സ് ജസ്റ്റ് an introduction regarding judiciary. We have to learn some of the very important technical terms as well. ഓക്കെ, അപ്പൊ ആ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നിങ്ങൾ അപ്പാരറ്റസ് ഓഫ് റൂളിന്റെ ഭാഗമായിട്ട് പഠിച്ചു. നെക്സ്റ്റ് വൺ വി ഹാവ് ടു ലേൺ അബൌട്ട് ദിസ് ജുഡീഷ്യറി. ഞാൻ പറഞ്ഞു വരുന്നത് അത് കുറച്ച് വലിയ ടോപ്പിക്കാണ്. ഇൻ വിച്ച് യു ക്യാൻ സി കുറച്ച് ടെക്നിക്കലി നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്തിൽ അതിൽ സെൻട്രലൈസേഷനും യൂറോപ്യനൈസേഷനും വരുന്നുണ്ട്. പിന്നീട് കോൺവാലിസിന്റെ സമയത്താണ് അതുകൂടി ഒരു സ്ട്രക്ചർ ആയിട്ട് വരുന്നത്. വി ഹാവ് സം വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ടു ഡിസ്കസ്. ഐ വിൽ ബി ഗിവിംഗ് ദിസ് വൺ ആസ് സെപ്പറേറ്റ് വൺ. സോ hope this session was useful for you.